നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ അതിവേഗം അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. പോലീസിലെ ബന്ധപ്പെട്ടവരോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ദുബായിലേക്ക് വിമാനം കയറിയത്. ദുബായിലെത്തിയ മുഖ്യമന്ത്രി കേസന്വേഷണം നിരീക്ഷിക്കുന്നുണ്ട്. രാഹുലിനെ പിടിക്കാൻ വൈകുന്നത് സർക്കാരിന് നാണക്കേടാകുമെന്ന് പോലീസിലെ ഉന്നതരെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം പാലക്കാട് എത്തിയത്. ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം കോടതി പരിഗണിക്കും. ബുധനാഴ്ച വാദത്തിലേക്ക് കടക്കില്ലെന്നാണ് വിലയിരുത്തൽ. കോടതി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെടും. തിങ്കളാഴ്ചയോടെ മാത്രമേ ജാമ്യ ഹർജിയിൽ വിധി വരുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഇതിനു മുൻപ് രാഹുലിനെ പിടിച്ചേ മതിയാകൂവെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇല്ലാത്ത പക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം പോലീസിന്റെ കഴിവുകേടായി ഇത് വിലയിരുത്തുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. യുവതിയെ ലൈംഗിക ചൂഷണം നടത്തിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ പരിശോധന നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയിരുന്നു. ഇരു ടീമുകളും സംയുക്തമായാണ് ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നത്. കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിലാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. രാഹുലിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. ബന്ധുക്കളിൽ ചിലരെ ചോദ്യം ചെയ്തേക്കും. അതേസമയം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായാണ് സൂചന. തമിഴ്നാട് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാങ്കൂട്ടത്തിൽ കോയമ്പത്തൂരിലേക്ക് കടന്നെന്നാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുകയും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിലുണ്ടെന്നും പോലീസ് അറിയിച്ചു. യുവതി നൽകിയ പരാതിയിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതെന്നാണ് വിവരം. അതേസമയം പരാതിക്കാരിയുടെ ശബ്ദ പരിശോധന നടത്തും. പുറത്തു വന്ന സംഭാഷണം യുവതിയുടേതാണോ എന്ന് ഉറപ്പിക്കാനാണ് പരിശോധന നടത്തുന്നത്. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് പരിശോധന നടത്തുക. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. പെൻഡ്രൈവിലുള്ള തെളിവുകൾ മുദ്രവെച്ച കവറിൽ ഇന്നലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ സമർപ്പിച്ചിരുന്നു. യുവതി പരാതി നൽകിയത് ബാഹ്യ പ്രേരണ കൊണ്ടാണെന്നും ഗർഭചിത്രം നടത്തിയത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും തെളിയിക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും അടക്കമുള്ള 9 ഡിജിറ്റൽ തെളിവുകൾ എന്നാണ് അഭിഭാഷകന്റെ അവകാശവാദം. യുവതി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഉന്നതൻ പരാതി നൽകാൻ പ്രേരിപ്പിച്ചെന്ന് യുവതി പറയുന്ന ശബ്ദരേഖയും ഇക്കോട്ടത്തിലുണ്ടെന്നാണ് സൂചന. വ്യാഴാഴ്ച യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മുതൽ ഒളിവിലുള്ള രാഹുൽ തലസ്ഥാനത്ത് വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടതായി അഭിഭാഷകൻ അവകാശപ്പെട്ടു. എന്നാൽ ഇത് തെറ്റാണെന്ന് പോലീസ് പറയുന്നു. ഗർഭചിത്രത്തിന് ഇരയായതായ യുവതിയുടെ മൊഴി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗുരുതര രക്തസ്രാവത്തിന് സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയിരുന്നുവെന്ന് കണ്ടെത്തി. ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നുകളാണ് യുവതിയെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചത്. ഈ മരുന്നുകൾ ജീവൻ നഷ്ടപ്പെടുത്താൻ വരെ സാധ്യതയുള്ള മരുന്നുകളായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു. കേസിൽ യുവതി നൽകിയ ശബ്ദരേഖ തെളിവുകളുടെ ആധികാരിക അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനായി ഇരുവരുടെയും ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കും. ഗർഭചിത്രത്തിന് ഇരയായ യുവതി തനിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഗർഭചിത്രത്തിന് മരുന്ന് ഉപയോഗിച്ചതിന് ഡോക്ടർ വഴക്ക് പറഞ്ഞതായും ശബ്ദ സന്ദേശത്തിൽ യുവതി വെളിപ്പെടുത്തി. ഗർഭചിത്രത്തിനുള്ള ഗുളിക മാങ്കൂട്ടത്തിലെ നിർദ്ദേശം അനുസരിച്ച് സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ജോബി ജോസഫാണ് എത്തിച്ചു നൽകിയതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെത്തിയതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചില്ല. യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് CCTVകൾ പരിശോധിച്ചത്. എന്നാൽ CCTVയുടെ DVRന് ബാക്കപ്പ് കുറവായതിനാൽ യുവതി എത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് വിവരം. രാവിലെ ഫ്ളാറ്റിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തിയ അന്വേഷണ സംഘം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം വീണ്ടും സ്വകാര്യ വാഹനത്തിൽ 5 അംഗ സംഘം ഫ്ളാറ്റിലെത്തുകയായിരുന്നു. രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമാരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസിൽ പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തിൽ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവുകളും ശേഖരിക്കുകയാണ്. യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസ്. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ പരാതിയിൽ ഓരോ ജില്ലകളിലും കേസെടുക്കാനാണ് ADGP വെങ്കടേഷിന്റെ നിർദ്ദേശം. സൈബർ ആക്രമണത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും ADGP അറിയിച്ചു. പരാതിക്കാരിയായ യുവതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം പാർട്ടിയുടെ അറിവോടെയല്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുലിന് ഒളിവിൽ കഴിയാൻ താൻ സഹായിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറയുന്നു. ഇരയ്ക്കെതിരായ സൈബർ ആക്രമണവുമായി കോൺഗ്രസിന് ബന്ധമില്ലെന്നും അതിൽ പാർട്ടിക്കാർ
കുറ്റക്കാരുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിലെ പ്രധാന കുറ്റകൃത്യങ്ങളിൽ ഒന്നായ ഭ്രൂണഹത്യ നടന്നത് യുവതിയുടെ ജീവന് പോലും പന്താടിക്കൊണ്ടായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാഹുൽ സുഹൃത്തായ ജോബി വഴി എത്തിച്ചു നൽകിയത് 2 മരുന്നുകൾ മെഫ്രിപ്രിസ്റ്റോൾ, മൈസോപ്രസ്റ്റോൾ എന്നീ മരുന്നുകൾ യുവതിയെ നിർബന്ധിച്ച് കഴിപ്പിച്ചത് ഡോക്ടറുടെ നിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെയാണ്. മരുന്നിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതേ രൂപത്തിൽ 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നാണ്. എന്നാൽ യുവതിയുടെ ഗർഭസ്ഥ ശിശു 3 മാസം വളർച്ചയെത്തിയിരുന്നു. മരുന്ന് കഴിച്ചതിനെ തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ മെഡിക്കൽ രേഖകളും പോലീസിന് ലഭിച്ചു. ട്യൂബിൽ പ്രഗ്നൻസി എങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ ശകാരിച്ചതായി യുവതിയുടെ മൊഴിയിലുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം മാനസികമായി തകർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി ICUവിൽ കഴിഞ്ഞതിന്റെ ചികിത്സാ രേഖകളാണിത്. ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ കുരുക്കാക്കുന്നതാണ് യുവതിയുടെ മൊഴിയും തെളിവുകളും. വിവാഹബന്ധം ഒഴിഞ്ഞപ്പോൾ രാഹുൽ ആശ്വസിപ്പിക്കാൻ എത്തിയെന്നും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചെന്നും സൗഹൃദം പ്രണയമായെന്നും യുവതി ഇത് മുതലെടുത്ത് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും മൊഴിയിലുണ്ട്. നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയെന്നും യുവതി പറയുന്നു. മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകളും യുവതി കൈമാറി. വിവാഹബന്ധം നിലനിൽക്കെ ബന്ധം സ്ഥാപിച്ചെന്നും ഭർത്താവിന്റേതാണ് ഗർഭസ്ഥ ശിശു എന്നുള്ള രാഹുലിന്റെ ആരോപണം പൊളിക്കുന്നതാണ് യുവതി ഹാജരാക്കുന്ന തെളിവുകൾ. ഇനി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിനെതിരെ കോടതി ജാമ്യ ഹർജി പരിഗണിച്ച് ജാമ്യം നൽകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ അതിനു മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മുഖ്യമന്ത്രി അടക്കം നേരിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.